ഈ ഭക്ഷണത്തിൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കണം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പം എന്താണ് അതിന്റെ ഗുണം, ഇതൊക്കെ നമുക്കിന്ന് പറഞ്ഞു തരുന്നു ഡോക്ടർ സൗമ്യ സിറിൻ. കാണാം ഡോക്ടറിൻ. നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്താണ് ഈ ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ്? നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ കഴിക്കുന്ന അരി, അത് തവിടോട് കൂടിയുള്ള അരി കഴിക്കുന്നതാണ് എപ്പോഴും പോളിഷ്ഡ് ആയിട്ടുള്ള അരി കഴിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ തവിട് എന്ന് പറയുന്നത് ഒരു അരിക്ക് മുകളിലുള്ള ഒരു ആവരണമാണ്. ഇത് നമ്മൾ നല്ലൊരു ഫൈബർ ആയിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ കോളനെ, നമ്മുടെ കുടലിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പച്ചക്കറികളിലും പഴങ്ങളിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഒരു പാർട്ട് നമ്മൾ പച്ചക്കറിയും അതുപോലെ തന്നെ പഴങ്ങളും ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കോളൻ ക്യാൻസർ, നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ പറയുന്ന ഫൈബർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളിൽ, അതായത് കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡുകൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, പിസ്സ, ബർഗർ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഫൈബർ അവരുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ ഫലമായിട്ട് അങ്ങനെയുള്ള ആളുകളിൽ കോളൻ ക്യാൻസർ, കുടലിലെ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. സോ ദൈനംദിനമായിട്ടുള്ള നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. യെസ്, അപ്പോൾ അതാണ് നാരുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നേരത്തെ നമ്മളടുത്ത് പറഞ്ഞു തരാനുള്ള കാരണം അതാണ്. ഡോക്ടർ വളരെ വിശദമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്.